അപ്പൊ ഇപ്പൊ എന്നാ പറയാനുള്ള? ഏ ഏ എന്നാ പറയാനുള്ള? ഹലോ, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടും ഒരുപാട് ദുഃഖത്തോടും കൂടി ആട്ടെ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എൻ്റെ അനിയത്തിക്ക് ജർമ്മനിക്ക് പോകാനുള്ള വിസ വന്നേ. ഒരു 4 വർഷത്തോളമുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാട്ടോ അവളിത് തുറക്കാൻ പോകുന്നത്. തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്നെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നാ പറയണേ, നമ്മൾ കുറേ നാൾ കാത്തിരുന്നൊരു സാധനം കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് അവളുടെ മുഖത്ത് കാണാൻ പറ്റി കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. ഞങ്ങൾ ചെറുതായിട്ടൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ചായിരുന്നേ. പപ്പായുടെ ബർത്ത്ഡേ ആയിരുന്നു, പിന്നെ അവൾ പോകുന്നതും കൊണ്ട് ജസ്റ്റ് വെച്ചേക്കാന്ന് ഓർത്ത് കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ചേ. പിന്നെ ഞങ്ങൾ അവൾ പോകുന്നതിൻ്റെ പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഓടി തീർന്നു കേട്ടോ. ഞാനും അനിയത്തിയാണെങ്കിൽ എപ്പോഴും അടിയാന്നേ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ സോൾവ് ആയി. ഞങ്ങൾ പിന്നെയും സ്നേഹമാവും, പിന്നെ അടിയാവും. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. കുഴപ്പമില്ല, ഇനി അടി ഫോൺ വഴിയാണെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇവളാണെങ്കിൽ ഒന്നും അറിയാത്തത് ചാടി ചാടി പോവുക. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കസിൻ ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആയിരുന്നു കെട്ടിപ്പറക്കലും പരിപാടിയൊക്കെ. അപ്പം അത് കഴിഞ്ഞ് റാപ്പ് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ഒക്കെ നോക്കിയേ. പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞ് കടന്നപ്പോഴത്തേനും കണ്ട സമയം നോക്കി 4 മണിയാകും കേട്ടോ ഏകദേശം. അങ്ങനെ അവൾക്ക് ജർമ്മനിക്ക് പോകാനുള്ള ദിവസമായി കേട്ടോ. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ ചെന്ന് അവൾ കൊണ്ടുപോയി വെയിറ്റ് ഒക്കെ അവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് വെച്ച് നോക്കി കേട്ടോ. അത് കഴിഞ്ഞ് സോനാമ്മ അകത്തോട്ട് പോയി കേട്ടോ, എയർപോർട്ട് പ്രൊസീജിയറിനൊക്കെ ആയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. ബായ്.